ഈ കൊച്ചിന് അവന്റെ മുത്തശ്ശി കിടക്കുന്നിടത്ത് തന്നെ ഭക്ഷണങ്ങൾ കൊണ്ടെത്തിക്കുകയും കുടിക്കാൻ നേരത്ത് സാധനങ്ങൾ എടുത്തു കൊടുക്കുകയും അവനെ പൊന്നുപോലെ നോക്കുകയും ചെയ്തിരുന്നു. അവന് വേണ്ട ഭക്ഷണങ്ങൾ എടുത്തു കൊടുക്കുകയും അവനെ ഉറക്കുകയും ഉണർത്തുകയും എല്ലാം ആ മുത്തശ്ശിയായിരുന്നു ചെയ്തിരുന്നത്. ഒരു ദിവസം ആ മുത്തശ്ശി അവരുടെ ഇടയിലേക്ക് ഒരു പൂച്ചയെ കൊണ്ടുവന്നു കൊടുത്തു. അവൾക്ക് ആ പൂച്ചയെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ദിവസങ്ങൾ കടന്നുപോയി. അവളും മുത്തശ്ശിയും ഒരുമിച്ചിരിക്കുമ്പോഴും അവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴുമെല്ലാം അവരുടെ ഇടയിലേക്ക് ആ പൂച്ച ഒരു ശല്യമായി വരാനായി തുടങ്ങി. അവരെ മൈൻഡ് ചെയ്യാതെ മുത്തശ്ശി ആ പൂച്ചയ്ക്ക് കൂടുതൽ സ്നേഹം കൊടുക്കാനും അവനെ കൂടുതൽ പരിചരിക്കാനും തുടങ്ങി. അവളുടെ ബെഡിൽ വരെ കയറിയിരിക്കാൻ തുടങ്ങി ആ പൂച്ച. ഒരു ദിവസം അവൾ റൂം തുറന്നു നോക്കിയപ്പോൾ അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാവക്കുട്ടിയെ ആ പൂച്ച തല കടിച്ചിട്ടിരിക്കുന്നു. ഇത് കണ്ട് അവൾക്ക് ഭയങ്കര ദേഷ്യം വരാനായി തുടങ്ങി. ഇത് കണ്ട് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്ന അവൾ ഒന്നും പറയാതെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവളുടെ പാവക്കുട്ടിയെ തല മുറിച്ചിട്ട കാര്യം മുത്തശ്ശിയോട് പറഞ്ഞു. പക്ഷെ മുത്തശ്ശി അതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ലായിരുന്നു. മുത്തശ്ശി പൂച്ചക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി അതിന് ഫുഡൊക്കെ വെച്ചു കൊടുക്കുകയായിരുന്നു. ഇത് കണ്ട അവൾക്ക് പൂച്ചയോട് ദേഷ്യം ഇരട്ടിയാവാൻ തുടങ്ങി. അവൾ പൂച്ചയെ ദേഷ്യത്തോടെ നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി അവിടെ ഇല്ലാത്ത സമയം നോക്കി അവൾ പൂച്ചയെ അടിക്കാനായി വടിയെടുത്തു. അതിന്റെ പിന്നാലെ ഓടി. അപ്പോഴേക്കും മുത്തശ്ശി അവളുടെ മുന്നിലേക്ക് വർത്തിച്ചപ്പെട്ടു. മുത്തശ്ശിയെ കണ്ടതും അവൾ വടി ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി അവിടെ ഇല്ലാത്ത തക്കം നോക്കി തുടക്കുന്ന വടിയെടുത്ത് അതിനെ ഉപദ്രവിക്കാനായി തുടങ്ങി. ഇത് കണ്ട മുത്തശ്ശി അവൾ പൂച്ചയെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ അവളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് അവിടെ നിന്നും പോയി. അങ്ങനെ നേരം ഇരുട്ടി. മുത്തശ്ശി റൂമിലേക്ക് കയറിയ തക്കം നോക്കി അവൾ പൂച്ചയെ കവറിലാക്കി വെള്ളത്തിൽ മുക്കി കൊല്ലാനായി ശ്രമിച്ചു. പൂച്ചയുടെ ശബ്ദം കേട്ട മുത്തശ്ശി അവിടെ നിന്നും എഴുന്നേറ്റ്. അപ്പോഴേക്കും കറണ്ട് പോയി. മുത്തശ്ശി താഴെ വീണു. അങ്ങനെ മുത്തശ്ശിയെയും പൂച്ചയെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴുത്തിനും ശരീരത്തിനുമെല്ലാം ബാൻഡേജ് ഇട്ടു. പിന്നീട് മുത്തശ്ശിയുടെയും പൂച്ചയുടെയും കാര്യങ്ങൾ അവളായി ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ഇരിക്കുന്നിടത്തെല്ലാം അവൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. അവൾ അവരെ രണ്ടുപേരെയും പരിചരിക്കേണ്ട അവസ്ഥയായി.